പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു സ്നേഹിതർക്ക് ക്രിസ്തുവേശുവിൽ സമാധാനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ഞായറാഴ്ചത്തെ നമ്മുടെ ചിന്ത രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ഗീതാഞ്ജലിയിലെ 31-ാം കീർത്തനത്തെ സംബന്ധിച്ചായിരുന്നു. അതിന് വേദപുസ്തകത്തോടുള്ള, പുതിയ നിയമത്തിലെ ചില ഭാഗങ്ങളോടുള്ള, ഒരു ഭാഗത്തോടുള്ള സാധർമ്മ്യം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഇന്ന് ഗീതാഞ്ജലിയിലെ വേറൊരു കീർത്തനം നമ്മളെ ആകർഷിക്കുന്നുണ്ട്. 50-ാം കീർത്തനമാണ് ഗീതാഞ്ജലിയിലെ 50-ാമത്തെ കീർത്തനം. നമുക്ക് ഇന്നത്തെ ഈ കീർത്തനത്തെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാഠത്തിന് നൽകാവുന്ന ഒരു തലക്കെട്ട് സമർപ്പണം സമ്പൂർണമാവട്ടെ. സമർപ്പണം സമ്പൂർണമാവട്ടെ എന്നുള്ളതാണ്. കർത്താവിന് നമ്മളെ തന്നെ സമർപ്പിക്കണം. നമ്മളുടെ വികാരങ്ങളെ, നമ്മളുടെ ചിന്തകളെ, നമ്മളുടെ താലന്തുകളെ, നമ്മളുടെ മികവുകളെ, നമ്മളുടെ കഴിവുകളെ, നമ്മളുടെ ജീവിതത്തെ സർവസ്വമായും സമ്പൂർണമായും ദൈവത്തിന് സമർപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതത്തിൽ നേട്ടമുള്ളവരായി, വിജയികളായി തീരുന്നത് എന്ന പാഠം. ഗീതാഞ്ജലിയിലെ 50-ാമത്തെ കീർത്തനം, അതിൻ്റെ പരാവർത്തനം ഏതാണ്ട് ഇങ്ങനെയാണ്. ഒരു ഭിക്ഷക്കാരൻ പാതവക്കത്ത് അന്ത്യസമയത്ത് സന്ധ്യയായപ്പോൾ നിൽക്കുകയാണ്. അയാളുടെ പൊക്കണത്തിൽ, അയാളുടെ സഞ്ചിയിൽ അന്നത്തേക്ക് ആവശ്യമുള്ളത് യഥാർത്ഥത്തിൽ കിട്ടിയിട്ടില്ല. അയാൾക്ക് ഭാര്യ ഉണ്ടാവാം, കുഞ്ഞുങ്ങളുണ്ടാവാം. അന്ന് വൈകിട്ടത്തെ അത്താഴത്തിന് തികയുമോ? അങ്ങനെ ആലോചിച്ചാവാം ആ ഭിക്ഷ എടുക്കുന്ന, തെണ്ടി ജീവിതത്തിൽ ജീവിക്കുവാൻ ശ്രമിക്കുന്ന ഒരാൾ അവിടെ നിന്നത്. ആ സന്ദർഭത്തിൽ ഒരാരവം കേട്ടു. അതാ ഒരു സുവർണത്തേരിൽ എൻ്റെ രാജാവ് വരുന്നു, അതിൻ്റെ ആരവമാണ്. സുവർണത്തേരിൽ ആരൂഢനായി എൻ്റെ രാജാവ് ഞാൻ നിൽക്കുന്ന വഴി ധാരയിലൂടെ മുമ്പോട്ട് വരികയാണ്. ഞാൻ അവിടെ നിന്നു. എൻ്റെ പ്രതീക്ഷ ചിറക് മുളച്ചു. രാജാവ് ഈ ഭിക്ഷക്കാരനായ എന്നെ കണ്ട്, എൻ്റെ വേഷം, എൻ്റെ ആകൃതി, ഇതെല്ലാം കണ്ട് മനസ്സരിഞ്ഞ് ഇങ്ങോട്ട് ഞാൻ ആവശ്യപ്പെടാതെ തന്നെ എന്നെ എല്ലാം തന്ന് നിറയ്ക്കും എന്ന് ഞാൻ സങ്കല്പിച്ചു, സ്വപ്നം കണ്ടു. രാജാവിൻ്റെ തേര്, സുവർണത്തേര് അടുത്തടുത്ത് വന്നു. എന്നെ കണ്ടപ്പോൾ തേര് നിർത്തി, രഥം നിർത്തി. രാജാവ് രഥത്തിൽ നിന്നിറങ്ങി ഞാൻ നിന്നിരുന്ന എൻ്റെ അടുക്കിലേക്ക് അടുത്തു വന്ന് 2 കൈകളും വിരിച്ച് എന്നോട് ചോദിച്ചു, എനിക്ക് തരാൻ നിൻ്റെ കയ്യിൽ എന്തുണ്ട്? നിനക്ക് തരാൻ, എനിക്ക് തരാൻ നിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ഭിക്ഷക്കാരനോട് സമ്പന്നനായ യജമാനൻ ചോദിക്കുകയാ, എനിക്ക് തരാൻ നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത് കുഞ്ഞേ? ഉടനെ തന്നെ ഞാൻ എൻ്റെ സഞ്ചി പരതി, പൊക്കണം പരതി. അതിൽ ഒരു അരിമണി തടഞ്ഞു. ഞാൻ ആ അരിമണി എടുത്തിട്ട് അത് രാജാവിൻ്റെ നിവർത്തിപ്പിടിച്ചിരിക്കുന്ന ആ കൈകളിൽ വെച്ച് കൊടുത്തു. രാജാവ് സന്തോഷത്തോടു കൂടെ അത് സ്വീകരിച്ചു. തിരിഞ്ഞ് തേരിലേക്ക് നടന്ന് തേരിൽ കയറിയിരുന്ന് അദ്ദേഹം മുമ്പോട്ട് പോവുകയായി. എനിക്ക് വല്ലാതെ നിരാശ തോന്നി. ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടോ എന്ന് ചിന്തിച്ചു. വീട്ടിൽ ചെന്നു. എൻ്റെ പൊക്കണം ഞാൻ ഒഴിവാക്കി. അതിലുള്ളതെല്ലാം ഞാൻ
അവിടെ തറയിൽ നിരത്തി. അപ്പോൾ ഞാൻ കണ്ടത് എന്തെന്നോ, ആ കൊച്ചു ശേഖരത്തിൻ്റെ നടുവിൽ ഒരു സുവർണ അരിമണി, ഒരു സ്വർണത്തിൻ്റെ അരിമണി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എനിക്ക് ലഭിച്ചതെല്ലാം, എനിക്കുള്ളതെല്ലാം എൻ്റെ നാഥന് നൽകുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, എൻ്റെ രാജാവിന് സമർപ്പിപ്പാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഇതൊരു ഗൗരവമായ ഒരു കണ്ടെത്തലാണ്. എൻ്റെ നാഥന് നൽകുവാൻ, സമ്പൂർണമായി എന്നെ തന്നെ നൽകുവാൻ, എനിക്കുള്ളതെല്ലാം നൽകുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തിരികെ എൻ്റെ ജീവിതത്തെ സമ്പൂർണമായും സുവർണാഭമാക്കുവാൻ, സുവർണമാക്കി തീർക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നു. പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ പ്രസിദ്ധമായ ഒരു പാഠമുണ്ടല്ലോ, വിധവയുടെ ചില്ലിക്കാശ്. ഭണ്ഡാരത്തിൽ പലരും വന്ന് പണം നേർച്ചയായി നിക്ഷേപിക്കുന്നു. അപ്പോഴാണ് ഒരു വിധവ വന്ന് 2 ചില്ലിക്കാശ് ആ ഭണ്ഡാരത്തിലിട്ടത്. കർത്താവ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാ, ഏറ്റവും പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചത് ഈ ധനവാന്മാരല്ല, ഈ വിധവയാണ്. എന്താണ് കാരണം? അവൾക്കുള്ളതെല്ലാം അവൾ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയായിരുന്നു. വിധവയുടെ ചില്ലിക്കാശ് നമ്മൾ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു വലിയ മാതൃകയാണ് വിധവയുടെ മാതൃക. അവൾക്കുള്ള സമ്പാദ്യമായിരുന്നു 2 ചില്ലിക്കാശ്. അത് മുഴുവനായി ദൈവസന്നിധിയിൽ അവൾ സമർപ്പിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളെ, ദൈവം തന്നതാണ് നമുക്കുള്ളതെല്ലാം. തമ്പുരാൻ തരാത്തതൊന്നും നമുക്കില്ലല്ലോ. എല്ലാം ദൈവദത്തമാണ്. തമ്പുരാൻ തന്നതാണ്. നമ്മൾ അധ്വാനിച്ച് കാണുമായിരിക്കാം, പക്ഷെ തന്നതെല്ലാം ദൈവം നമുക്ക് തന്നതാണ്, നിറച്ചതാണ്. ലഭിച്ചതല്ലാതെ എനിക്ക് എന്തുള്ളൂ? കർത്താവ് ചോദിക്കുന്നുണ്ട്. നമുക്ക് ലഭിച്ചതെല്ലാം ഒട്ടും മാറ്റിവെക്കാതെ, കലവറ കൂടാതെ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുമല്ലോ. കലവറയിൽ കുറച്ച് സൂക്ഷിച്ചു വെച്ചിട്ട് പ്രത്യക്ഷത്തിലുള്ളത് നൽകുക, അതിലൊരു ഭാഗം നൽകുക, അതല്ല, സമ്പൂർണമായും ദൈവത്തിന് സമർപ്പിക്കുവാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ള പാഠമാണ്. നമ്മളുടെ വികാരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം. നമ്മളുടെ മികവുകളെ ദൈവത്തിന് സമർപ്പിക്കണം. നമ്മളുടെ സമയത്തെ ദൈവത്തിന് സമർപ്പിക്കണം. നമ്മുടെ ബുദ്ധിയെ ദൈവത്തിന് സമർപ്പിക്കണം. നമ്മളുടെ ആരോഗ്യത്തെ ദൈവത്തിന് സമർപ്പിക്കണം. വികാരങ്ങളെ, ചിന്തകളെ, നമുക്കുള്ള സർവസ്വവും ദൈവ തിരുസന്നിധിയിൽ സമർപ്പിതമാവുമ്പോഴാണ് ജീവിതം ധന്യമായി തീരുക എന്ന വലിയ പാഠം. അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ ജീവിതം മുഴുവനും നമ്മൾ നഷ്ടപ്പെടുത്തുകയോ പരാജയപ്പെടുത്തുകയോ ചെയ്യുകയായിരിക്കുകയില്ലേ എന്നും കൂടെ നമ്മൾ ചേർത്ത് ചോദിക്കണം. കുഞ്ഞുങ്ങളെ, നമ്മളുടെ സമർപ്പണം സമ്പൂർണമായോ? എന്തെല്ലാം കഴിവുകളാണ് ഓരോ കുഞ്ഞുങ്ങൾക്കുമുള്ളത്. നന്നായി ഗാനങ്ങൾ ആലപിക്കാൻ മികവുള്ള കുഞ്ഞുങ്ങൾ, നന്നായി പ്രസംഗം അവതരിപ്പിക്കുവാനുള്ള കഴിവുള്ള കുഞ്ഞുങ്ങൾ, നന്നായി കവിതകൾ എഴുതാനോ ഒക്കെ കഴിവുള്ള കുഞ്ഞുങ്ങൾ, നന്നായി പഠിച്ച് ജ്ഞാനം സമ്പാദിക്കാനും പുതിയ പരീക്ഷണങ്ങൾ നടത്താനും ഒക്കെ കഴിയുന്ന കുഞ്ഞുങ്ങൾ, നന്നായി ഒരു മികവുള്ള കായിക താരമായി തീരുവാനുള്ള കഴിവുള്ള കുഞ്ഞുങ്ങൾ. അങ്ങനെ എന്തെല്ലാം മികവുകളാണ് ഓരോ കുഞ്ഞുങ്ങളിലും, നിങ്ങളിൽ ഓരോരുത്തരും അടങ്ങിയിരിക്കുന്നത്. അതൊക്കെ ദൈവത്തിന് സമർപ്പിക്കുമ്പോഴാണ് ജീവിതം പൂർണ്ണമാവുന്നതും വിജയകരമായി തീരുന്നതും എന്നുള്ള പാഠം. അതോ നമ്മളുടെ മികവുകളും കഴിവുകളും
നമ്മളുടേതാണ്, നമുക്ക് മാത്രമുള്ളതാണ്, എൻ്റെ ആസ്വാദനത്തിനാണ്, എൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷയ്ക്കാണ് എന്ന് കരുതി മുറുകെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് പങ്കുവയ്ക്കാതെ, ദൈവകരങ്ങളിൽ സമർപ്പിക്കാതെ അങ്ങനെ പോകുമ്പോൾ ആ ജീവിതത്തിന് നിറവുണ്ടാവുകയില്ല, പൂർണ്ണതയുണ്ടാവുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. കുഞ്ഞുങ്ങളെ, സമർപ്പണം സമ്പൂർണ്ണമാവുമ്പോൾ ജീവിതം സുവർണാഭിമായി രൂപാന്തരപ്പെടും. സുവർണമായി, നിറമുള്ളതായി, ആകർഷണീയമായി, വിജയകരമായി രൂപാന്തരപ്പെടും. സമർപ്പണം സമ്പൂർണ്ണമാകുവാൻ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കൃപ നിങ്ങളെല്ലാവരിലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.